അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുഴിമന്തിയാണ്. കുക്കറിനകത്ത് നമ്മൾ ചിക്കൻ വെച്ച് കുഴിമന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടത് കുക്കർ ചൂടായതിനു ശേഷം 2 പീസ് ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് മെൽറ്റായി വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറയുന്നത് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും 1 സ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നു. ഇതൊന്ന് സെറ്റായി കഴിയുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ പെരുംജീരകം, ഗ്രാമ്പൂ, പട്ട, സ്റ്റാർ പട്ട, കൂടെ പട്ടയുടെ ഈ ഇല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ ഉള്ളി ഒരു 2 എടുത്ത് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അത് നമ്മൾ ഈ കുക്കറിലേക്ക് ഇടുക. പിന്നെ ക്യാപ്സിക്കോ, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ക്യൂബ് ഉണ്ട് മാഗിയുടെ, അത് നമ്മൾ എടുത്ത് വയ്ക്കുക, ഇതിനകത്ത് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്നൊരു ഈ വിധം പരുവായി വരുമ്പോഴത്തേക്ക് അതിനോട് നമ്മളൊരു തക്കാളി അടിച്ച് ഇതേപോലെ പേസ്റ്റാക്കി ചേർക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ക്യൂബ് എടുത്ത് വെച്ചിരിക്കുന്ന ആ 2 പീസ് അതിനകത്തായിട്ട് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ചേർക്കുന്ന ബിരിയാണിയുടെ മസാലയാണ്, അതായത് മന്തി മസാല കിട്ടും കടയിൽ. അപ്പോൾ ആ മസാലയാണ് നമ്മൾ ചേർത്തത്. പിന്നെ കുറച്ച് ഒരു കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഒരു 1/2 സ്പൂണോളം. പിന്നെ ഒരു 4-5 പച്ചമുളക് അത് കീറാതെ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർക്കുക. നമ്മുടെ അതിനകത്ത് ഇവിടെ കുരുവൊക്കെ നമ്മൾ സ്പൂണെടുത്ത് മാറ്റിക്കളയുക. അതിനുശേഷം ഈ മസാലയൊക്കെ സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ചേർത്ത് വരുമ്പോൾ ഈ മസാല ഈ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്ത് അതിനകത്ത് കുറച്ച് മല്ലിയിലയും തൂകി നമ്മൾ അതിനകത്ത് ആവശ്യമുള്ള വെള്ളം ചേർക്കണം. വെള്ളം ചേർത്തിരിക്കുന്ന ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് ഇരട്ടി വെള്ളം വയ്ക്കുക. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം, അങ്ങനെ ഒരു 2 ഗ്ലാസോളം അരി എടുത്ത് 4 ഗ്ലാസ് വെള്ളവും വെച്ച് നമ്മുടെ കുക്കർ സെറ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 വിസിൽ കേട്ടതിന് ശേഷം 5ാമത്തെ വിസിലിനകത്ത് അത് ആവിക്കകത്ത് നിർത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നെടുക്കുക. അപ്പോൾ നമ്മുടെ കുഴിമന്തി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുഴിമന്തി നമ്മുടെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ട് സെറ്റാക്കി ഇങ്ങനെ തട്ടി പപ്പടവും തൈരും പിന്നെ കെട്ടിയോള് നമ്മുടെ മയണൈസും എല്ലാം കൊണ്ടാക്കി സെറ്റാക്കി തന്ന്. അപ്പോൾ സംഭവം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.